ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന വചനം ജെറമ്യ 6:16 കർത്താവ് അരുളി ചെയ്യുന്നു, വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുവിൻ, പഴയ പാതകൾ തേടുവിൻ, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുവിൻ, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. വളരെയേറെ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണിത്. വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ വഴുക്കവല എന്താണ്? പല വഴികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് കവല. 2-3 വഴികൾ, ചിലപ്പോൾ 4 വഴികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമായിരിക്കാം വഴുക്കവല. അങ്ങനെ വഴുക്കവലയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തമ്പുരാൻ വചനത്തിൽ നമ്മളോട് പറയുന്നു. വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ നോമ്പ് കാലഘട്ടവും ധ്യാനത്തിൻ്റെ അവസരങ്ങളും, അത് ദിവസവും കുറേ നേരം ധ്യാനത്തിന് വേണ്ടി, വ്യക്തിപരമായ ധ്യാനത്തിന് വേണ്ടി, മൗനമായുള്ള ധ്യാനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നല്ലത്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ അതിനുള്ള സമയമുണ്ട്, ഷെഡ്യൂളിൽ പെട്ടതാണ്. അൽമായർക്കും അങ്ങനെ ഒരു ക്രമീകരണം ഉള്ളത് നല്ലതാണ്. അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും ഒരു ഭാര്യയും ഭർത്താവും 6 മുതൽ 7 മണി വരെ പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ചാപ്പലിൽ മൗനമായിരുന്ന് ധ്യാനിക്കുന്നത് ശ്രദ്ധിച്ച വികാരിച്ചൻ അവരോട് സംസാരിച്ചിട്ട് ആ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, നമ്മൾ അച്ഛന്മാരൊക്കെ അരമണിക്കൂർ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കാൻ പോലും മടി കാണിക്കുന്ന പല അച്ഛന്മാരും ഉണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നവരും ഉണ്ടായിരിക്കാം. സിസ്റ്റേഴ്സും അച്ഛന്മാരുമായിട്ടുള്ള എല്ലാ ദിവസമുള്ള ഈ ധ്യാന സമയത്ത് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നവർ. ഞാനവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. പക്ഷേ ഈ വികാരിച്ചൻ എന്നോട് പറയുകയാണ്, അവരോട് ചോദിച്ചു വികാരിച്ചൻ, അവർ രണ്ടുപേരും പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, അവർ ജപമാല ചൊല്ലുകയോ കരുണക്കൊന്ത ചൊല്ലുകയോ ഒന്നുമല്ല, ധ്യാനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവരെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ അങ്ങനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? അവർ പറഞ്ഞു, യേശുവിൻ്റെ മുമ്പിലിരുന്ന് യേശു പറഞ്ഞ ഏതെങ്കിലും ഒരു വചനമെടുത്ത് ധ്യാനിച്ച് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ നിശബ്ദതയിലിരിക്കുമ്പോൾ ഉള്ളിൽ ഈശോ സംസാരിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും. അതാണ് അവരുടെ ധ്യാനത്തിൻ്റെ ക്രമം. ഞാൻ ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. അവർ വളരെ ആത്മീയ അഭിഷേകമുള്ള ഒരു കുടുംബമായതുകൊണ്ട് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ ഈ 50 നോമ്പിൻ്റെ അല്ലെങ്കിൽ ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, അതുപോലെ ഏതെങ്കിലും ഇടവക ധ്യാനം അല്ല വാർഷിക ധ്യാനം, അങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടത്തുന്ന അവസരത്തിൽ മാത്രമല്ല, ഞങ്ങളെ വൈദികരെ പോലും സിസ്റ്റേഴ്സിനെ പോലുള്ളവർക്കൊക്കെ അനുദിന ധ്യാനം കൂടാതെ മാസധ്യാനമുണ്ട്, വാർഷിക ധ്യാനമുണ്ട്. 5 ദിവസം വാർഷിക ധ്യാനമുണ്ട്, മാസത്തിൽ 1 ദിവസം പ്രത്യേകമായിട്ട് മാസധ്യാനമുണ്ട്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ധ്യാനാവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് എപ്പോഴും കുറേ നേരം തമ്പുരാൻ്റെ മുമ്പിൽ മൗനമായിരിക്കാൻ, ദൈവസ്വരം കേൾക്കാൻ, ദൈവത്തിൻ്റെ വചനം ധ്യാന വിഷയമാക്കാൻ സാധിക്കുമെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് ഇത് ഉപകരിക്കും. വഴുക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് പറയുകയാണ്, പഴയ പാതകൾ തേടണം, അന്വേഷിക്കണം. എന്തിനാ പഴയ പാത തേടുന്നത്? എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് പുറകോട്ട് നടക്കുക. അതിന് റിട്രീറ്റ് എന്ന് പറയുന്നത്. പുറകോട്ട് നടക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ആ നടന്ന വഴികളിൽ ഉണ്ടായ പരാജയങ്ങൾ, വീഴ്ചകൾ, അവിടെ ഉണ്ടായ ക്രമരഹിതമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ, അവയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം, കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ടതാണെങ്കിൽ ഏറ്റു പറയണം. അതുപോലെ അവിടെ പാപമോചനം പ്രാപിച്ച് ആ കഴിഞ്ഞകാല വഴികളിൽ യാത്രാവേളകളിലുണ്ടായ അപജയങ്ങൾക്ക്, പരാജയങ്ങൾക്ക് തമ്പുരാനോട് മാപ്പ് പറഞ്ഞ് പാപമോചനം പ്രാപിച്ചാൽ മാത്രമേ ഇനി അടുത്തത് നടക്കുള്ളൂ. അടുത്തത് എന്താണ്? വഴുക്കവലകളിൽ ശ്രദ്ധിച്ചു നോക്കിയിട്ട് പഴയ പാതകൾ തേടിക്കഴിഞ്ഞിട്ട് നേരായ മാർഗം തേടിയതിൽ സഞ്ചരിക്കണം. ഈ നേരായ മാർഗം ഏതാണ്? മാർഗം ഏതാണെന്ന് യോഹന്നാൻ 14:6 ഈശോ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് മാർഗം. യേശുവായ മാർഗം കണ്ടെത്തണമെങ്കിൽ, യേശുവിനെ പ്രാപിക്കണമെങ്കിൽ
യേശു എന്ന മാർഗത്തിലൂടെ ചരിക്കാനുള്ള ഭാഗ്യമുണ്ടാകണമെങ്കിൽ പഴയ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ആ വഴികളിലേക്ക് ഞാൻ ഇതുപോലെ നോക്കി അവിടെ ഉണ്ടായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, പരാജയങ്ങൾ അവ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പാപമോചനം പ്രാപിക്കണം. കുമ്പസാരിക്കേണ്ടതാണെങ്കിൽ കുമ്പസാരിക്കണം. അവിടെ ആ ഒരു കഴിഞ്ഞകാല ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, അഭിഷേകത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങളുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വീഴ്ചകളോ പരാജയങ്ങളോ നഷ്ടങ്ങളോ ദുരന്തങ്ങളോ ദുരനുഭവങ്ങളോ ഓർത്ത് കരയുന്നതിന് പകരം ലഭിച്ച നന്മകളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സുഗമമാകുകയുള്ളൂ, നേരായ പാതകൾ തേടാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നേരായ പാതകൾ തേടുമ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. അപ്പോൾ സൗഭാഗ്യപൂർണമായ, ശാന്തമായ, അഭിഷേകപൂരിതമായ ഒരു ജീവിതത്തിന് ഈ പുറകോട്ട് തിരിഞ്ഞ് നടക്കലും ആ നോട്ടവും, അത് ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് ഈ പുറകോട്ട് തിരിഞ്ഞ് നടക്കുന്നത്. ഒരു ആത്മീയമായ മാനസികമായ ഒരു എക്സസൈസാണത്, ഒരു പരിശീലനമാണത്. മാത്രമല്ല, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 40-ാം വചനം കൂടി ധ്യാനിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരികുകയും ചെയ്യാം. നമ്മുടെ വഴികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനും കർത്താവിലേക്ക് തിരിയാനും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന സമയമാണ് ഈ നോമ്പുകാലം. അതിൻ്റെ കൂടെ പോകുന്ന ഒരു വചനം ജെറമ്യ 31:21. ജെറമ്യ 31:21. കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കുക. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിക്കണം. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനിക്ക് കൈച്ചൂണ്ടിയായിട്ട് നിൽക്കുന്ന തിരുവചനങ്ങളും വഴികാട്ടിയായിട്ട് മാർഗനിർദ്ദേശം നൽകുന്ന തിരുവചനങ്ങളും എൻ്റെ ചങ്കിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ നിറയ്ക്കണം. അങ്ങനെ വരുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കലാപകലുഷിത അന്തരീക്ഷമൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആത്മബലവും കൃപയും അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടും. ഞാനൊരു ആൾ എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. അയാൾ ആത്മഹത്യക്ക് വേണ്ടിയാണ് ബോംബെ CST എന്ന് പറയുന്ന, പണ്ട് വിക്ടോറിയ ടെർമിനസ് എന്ന് പറയും, ഇപ്പോൾ CST, ഛത്രപതി ശിവാജി ടെർമിനസ്, അവിടെയുള്ള തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ സ്പീഡ് ട്രെയിനായി കടന്നു പോകുമ്പോൾ അതിന് മുമ്പ് ചാടി മരിക്കാൻ വേണ്ടി നിന്ന ആളാണ്, മലയാളി. അദ്ദേഹത്തെ ധ്യാനത്തിന് വേണ്ടി ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഒരാൾ കൂട്ടിക്കൊണ്ടുവന്നു. വിവാഹം ഉറപ്പിച്ചത് അയാളുടെ കഴിഞ്ഞ കാലത്തിലെ ഒരു അബദ്ധസഞ്ചാര കാലഘട്ടത്തിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ കഥ കെട്ടാൻ പോകുന്ന പെണ്ണിന് വീട്ടുകാരെ ആരും അറിയിച്ചു. അതുകൊണ്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടെന്ന് വെച്ചത് മനസ്സമ്മതം കഴിഞ്ഞ കല്യാണത്തിന് 3 ദിവസം മുമ്പാണ്. നഷ്ടപരിഹാരമായ ഒരു വൻതുക കൊടുക്കാൻ ഓഫർ ചെയ്ത പെണ്ണിൻ്റെ വീട്ടുകാർ. പക്ഷേ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ദുഷ്പേരുണ്ടായി, നാട്ടിലെല്ലാം പാട്ടായി. അങ്ങനെയാണ് ആത്മഹത്യക്ക് വേണ്ടി വന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന പ്രസംഗം അദ്ദേഹം എന്തെങ്കിലും എവിടെ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് അനുവാദമുണ്ട് ഇത് പറയാൻ. പേരും നാടും ഒന്നും വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ധ്യാനിക്കാൻ അദ്ദേഹത്തെ മറ്റൊരു മലയാളിയാണ് അവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ബോംബെയിൽ, അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. ഒരാഴ്ച ധ്യാനം കൂടി, 2 ആഴ്ച ധ്യാനം കൂടി, ആത്മാവിൽ സൗഖ്യം കിട്ടി, മനസ്സിന് ഉണർവ് കിട്ടി. അങ്ങനെ ഇരിക്കുക അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് കുറേ കാലം പ്രാർത്ഥനയെ ചെലവഴിക്കണം, എവിടെയാണ് സൗകര്യപ്രദമായി. ഞാൻ പറഞ്ഞു, ഇവിടെ കുറച്ചു കാലം പ്രാർത്ഥിക്കാമെന്ന് പരിശീലിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്ഥലം പറഞ്ഞു തരാം, അവിടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ നിശബ്ദതയിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഞാനിപ്പോൾ അത് പരസ്യമായിട്ട് സ്ഥലം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ പോയി 3 വർഷക്കാലം അദ്ദേഹം പ്രാർത്ഥനയിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. മാത്രമല്ല, ആദ്യം വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളുടെ അടുക്കൽ വന്ന് മാപ്പൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഈ പ്രാർത്ഥനയിലായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിത വഴികളെല്ലാം ഞാനൊന്ന് പരിശോധന വിഷയമാക്കി, ഞാനത് ആത്മശോധനയുടെ വിഷയമാക്കി. അപ്പോൾ ഞാൻ അറിയുന്നത്
മാരകമായ ചില പാപവീഴ്ചകൾക്ക് പിടിക്കപ്പെട്ടതിൻ്റെ ഫലമായി ദുഷ്പേരിന് കാരണമായ പാപവീഴ്ചകൾക്ക് കാരണമായ ഞാൻ നിസ്സാരമായി അവഗണിച്ച അനേകം പാപങ്ങൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ലഘുപാപങ്ങളെന്ന് കരുതിയോ പലതും മാരക പാപങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവയെല്ലാം കണ്ടെത്താൻ പറ്റി. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പുതിയ ജീവിതത്തിന് ആവശ്യമായ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ തിരുവചനത്തിലൂടെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെയേറെ സന്തോഷകരമായി ജീവിക്കാൻ പറ്റിയ ഒരു ജീവിതപങ്കാളിയെ കർത്താവ് എനിക്ക് സമ്മാനമായി തന്നു. അവൾ എൻ്റെ കൂടെ എപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ ചരിത്രം അറിയുന്ന ആളാണ്. ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് കണ്ടെത്താം, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നടന്ന് നോക്കാം, അടുത്ത കാലത്തെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. കർത്താവെ, ജെറമ്യ 6:14 പറയുന്നത് പ്രകാരം വഴുക്കവലകളും ശ്രദ്ധിച്ചു നോക്കാനുള്ള കാലമായി ഞങ്ങൾക്ക് തന്ന ഈ നോമ്പ് കാലം, പഴയ പാതകൾ തേടി അവിടെയുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അത് അങ്ങേക്ക് ഏൽപ്പിച്ചു തരാനുള്ള കുമ്പസാരത്തിൻ്റെ കാലഘട്ടം, നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായി അതിനെ ഓർത്ത് സ്തുതിച്ച് നന്ദി പറയാനുള്ള കാലഘട്ടം, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള വഴിചൂണ്ടുകളും കൈച്ചൂണ്ടുകളും നിർദ്ദേശങ്ങൾ നൽകുന്ന തിരുവചനങ്ങൾ ഉള്ളിൽ ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപാവരത്തിനെ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.